എല്ലാ സിനിമ പ്രേമികൾക്കും എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. സ്ക്രീനിൽ കാണുമ്പോൾ താരമെന്ന് തോന്നിപ്പിക്കാതെ നമ്മളിൽ ഒരാൾ എന്ന് തോന്നിപ്പിക്കുന്നിടത്താണ് ഒരു അഭിനേതാവിൻ്റെ വിജയം ഇരിക്കുന്നത്. അങ്ങനെ മലയാളികൾക്ക് നമ്മളിൽ ഒരാൾ എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ള നടിയാണ് സുരഭി ലക്ഷ്മി. ദേശീയ പുരസ്കാരം അടക്കം നേടി സുരഭി കയ്യടി നേടുമ്പോൾ നമ്മളിൽ ഒരാളുടെ വിജയം എന്ന തോന്നലാണ് മലയാളികൾക്ക് മിക്കവർക്കും ഉണ്ടാവുന്നത്. ഇപ്പോഴിതാ അജയന്റെ രണ്ടാം മോഷണത്തിലെ മാണിക്യമായി സുരഭി മിന്നിത്തിളങ്ങുകയാണ്. സാധാരണക്കാരിയിൽ നിന്നും മലയാള സിനിമയിലെ മാണിക്യത്തിലേക്കുള്ള സുരഭിയുടെ യാത്ര ആരെയും പ്രചോദിപ്പിക്കുന്നതാണ്. ഒരു സിനിമാ കഥയിൽ എന്നതുപോലെ ട്വിസ്റ്റുകളും കാത്തിരിപ്പിൻ്റെ ഡ്രാമയുമൊക്കെ അതിനുണ്ട്. ഈ വിജയം എല്ലാ അർത്ഥത്തിലും സുരഭി അർഹിക്കുന്നതാണ്. തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മാണിക്യത്തെക്കുറിച്ചുമുള്ള സിനിമാ പ്രേക്ഷകരോട് സുരഭി സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുകയാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അജയന്റെ രണ്ടാം മോഷണം റിലീസിന് ശേഷം എല്ലാവരും സംസാരിക്കുന്നത് സുരഭിയെയും മാണിക്യത്തെയും കുറിച്ചാണ് എന്ന് തോന്നുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല ഞാൻ. നല്ല വേഷമാണെന്ന് അറിയാമായിരുന്നു. ഒരു അഭിനേതാവിന് പെർഫോം ചെയ്യാൻ വേണ്ടതെല്ലാം ഈ കഥാപാത്രത്തിൽ ഉണ്ടായിരുന്നു. 2 ഗെറ്റപ്പുകൾ. ടൊവിനോ തോമസിന്റെ 50ാം സിനിമ. അദ്ദേഹം 3 ഗെറ്റപ്പിൽ വരുന്നു. വലിയ ബഡ്ജറ്റിലുള്ള 3D സിനിമ. 3 നായികമാർ. നല്ല തിരക്കഥ. പുതുമുഖമെങ്കിലും കഴിവുള്ള സംവിധായകൻ എന്നെല്ലാം അറിയാമായിരുന്നു. എങ്കിലും ഇത്ര ഗംഭീര സ്വീകരണം ലഭിക്കുമെന്ന് റിലീസ് ചെയ്ത ശേഷമാണ് മനസ്സിലാകുന്നത്. മാണിക്യത്തെ മലയാളികൾ സ്വീകരിച്ചതിൽ, അല്ലെങ്കിൽ ലോകമെമ്പുള്ള സിനിമാ പ്രേമികൾ സ്വീകരിച്ചതിൽ സ്നേഹവും സന്തോഷവും അവരോട് അറിയിക്കുന്നു. ഏതൊരു അഭിനേതാവിനെ പോലെയും ആളുകൾ കാണുന്ന സിനിമകൾ അഭിനയിക്കണമെന്നും കഥാപാത്രങ്ങൾ നന്നാകാനും ആളുകൾ നല്ലത് പറയുന്നത് കേൾക്കാനുമൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. എല്ലാവരും സ്വീകരിക്കുന്ന കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മുമ്പ് നല്ല കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ സിനിമ നല്ല രീതിയിൽ ഓടാതെ വരികയോ കഥാപാത്രങ്ങൾ ശരിയാകാതെ വരികയോ ചെയ്തേക്കാം. ഇതെല്ലാം ഒത്തിണങ്ങിയൊരു സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നത് വലിയൊരു ഘടകമാണ്. അത്തരത്തിലൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതുപോലെ സ്വീകരിക്കപ്പെടുന്ന സിനിമകളിൽ ഇനിയും അഭിനയിക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു തുടക്കമാവട്ടെ. ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് കരുതി എല്ലാമായി എന്നില്ല. എൻ്റേത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. എല്ലാവരെയും പോലെ അവാർഡ് കിട്ടുമ്പോൾ തുടർന്ന് പ്രധാന വേഷങ്ങൾ ഇനി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്ന് കരുതും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല. കാലം കഴിയുന്തോറും നമ്മൾ അതിന് പ്രാപ്തരായെന്ന് ഇവിടെ നിന്ന് കൊണ്ട് തന്നെ തെളിയിക്കണം. അതിന് നമുക്ക് ലഭിക്കുന്ന ഓരോ കുഞ്ഞു കഥാപാത്രങ്ങളിലും ആക്ടർ എന്ന നിലയിൽ നല്ല പോലെ പണിയെടുക്കണം. ഈ മീഡിയത്തോട് സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിച്ചാൽ അവസരങ്ങൾ നമ്മളെ തേടിയെത്തും. നമ്മൾ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. 2005 തുടങ്ങിയ യാത്രയാണ് എൻ്റേത്. ഇനി അങ്ങോട്ടുള്ള കാലം മാണിക്യം പോലെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവാർഡ് ലഭിക്കുമ്പോൾ ഞാൻ സീരിയലിലായിരുന്നു. മീൻകാരൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന സമയത്താണ് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. അതായത് MIT മൂസ. പലർക്കും അത് അംഗീകരിക്കാൻ പോലെ സാധിച്ചിരുന്നില്ല. അതൊന്നും ഗവനിക്കാതെ എന്താണോ അതിൽ ശ്രദ്ധിച്ച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അവസരം കിട്ടും. എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ വലിയ നായികയായിരുന്നില്ല. അവസരം ചോദിച്ചപ്പോൾ പല സംവിധായകരും നായികയാക്കാനും പറ്റില്ല, നായികയുടെ അമ്മയാക്കാനും പറ്റില്ല, സുരഭിക്ക് തരുമ്പോൾ നല്ല വേഷം തരണ്ടേ, പക്ഷെ അങ്ങനെയുള്ള വേഷമൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ വിശ്വസിച്ചു. കിട്ടുന്ന വേഷം ചെയ്യാം എന്ന് കരുതി. അപ്പോഴാണ് മാണിക്യം എന്ന കഥാപാത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് പപ്പയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് 3-4 വയസ്സുള്ളപ്പോൾ നാട്ടിൽ സർക്കസ് വന്നു. സ്റ്റേജ് ഷോയ്ക്കിടെ ഓഡിയൻസിൽ നിന്ന് ഒരു കുട്ടിയെ പാട്ട് അഭിനയിക്കാനായി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ
എന്നെ പപ്പയാണ് എന്നെ ആദ്യമായ സ്റ്റേജിലേക്ക് എടുത്തു വെക്കുന്നത്. ഇത് ഭൂമിയാണ്, ജി നല്ല മനുഷ്യനാവാൻ നോക്ക് തുടങ്ങിയ ഒരുപാട് നാടകങ്ങൾക്ക് പപ്പ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കലയിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് പപ്പയാണ്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ അഭിനയിക്കുന്നതൊക്കെ. എന്നെ ഒരു കലാകാരിയായി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ പപ്പ. അതിനായി എല്ലാ പിന്തുണയും എനിക്ക് നൽകിയിരുന്നു. ഞാൻ അഭിനയിക്കുന്നതോ അവാർഡ് നേടുന്നതോ ഒന്നും കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വേരുകൾക്കുള്ള ശക്തി പ്രധാനമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് നമുക്ക് വരുമ്പോൾ പലരും നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമ്മളെ അറിയുന്നവർ നമ്മളോട് ചേർന്ന് നിൽക്കും. അവരൊന്നും സുരഭി സിനിമാ നടിയാകും എന്ന് കരുതി എൻ്റെ കൂടെ നിന്നവരല്ല. നമ്മുടെ നാട്ടിലെ ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം കരുതി എന്നോടൊപ്പം നിന്നവരാണ് അവർ. ആ സ്നേഹം എനിക്ക് നാട്ടുകാരോടും അവർക്ക് എന്നോടും എന്നും ഉണ്ടാകും.